ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ് ഇത്. കഴിഞ്ഞൊരു വ്ളോഗ് ഉണ്ടാവില്ല. ടെക്നിക്കലി ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഓൾ ഇന്ത്യ ആയിരുന്നില്ല, കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ വിട്ടുപോയി. പിന്നെ ആദ്യത്തെ വ്ളോഗ് നിങ്ങൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ നിന്ന് കണക്കൊരു കാറിനകത്ത്, അതായത് മാരുതി ഏഷ്യനകത്ത് ഇരുന്നാണ് നമ്മൾ ഫസ്റ്റ് വ്ളോഗ് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഏകദേശം ഒരു വർഷമായി. വീഡിയോയുടെ ഒരുപാട് ഡിലേ ഉണ്ടായി, കാരണം വ്ളോഗിങ് അല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ യാത്രയുടെ ലക്ഷ്യം മറ്റു പലതായിരുന്നു. അപ്പം എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഫ്രീ ആയെങ്കിലും എൻ്റെ മനസ്സ് ഫ്രീ ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എനിക്കൊരു റിലീഫ് വേണമെന്ന് തോന്നി. സോ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ രാത്രി 12 മണിക്ക് ഞാൻ ചായ പിടിക്കാൻ പോയിട്ട് അവനെ വിളിച്ചു വിടാ, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, എങ്ങോട്ടേലും പോയൊരു സ്പോട്ട് പറഞ്ഞ. അപ്പോൾ അവൻ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു. അൺഫോർച്യുനേറ്റ്ലി ഞാൻ അവിടെ എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ അവൻ തമാശയ്ക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, നീ വല്ല ലഡാക്കിലും പോടാന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അവനെ കാരണം ഉറങ്ങിക്കൊണ്ട് അവനെ വിളിച്ച് ശല്യം ചെയ്ത്. അപ്പം ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഒന്ന് ലഡാക്കിൽ പോയിട്ട് ഓൾ ഇന്ത്യ ഒന്ന് പോവാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ്. അപ്പം തിങ്കിന് തൊട്ട് മുമ്പ് എനിക്കാണെങ്കിൽ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു 3 പാർട്ട് ബുക്ക്. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് കണ്ടന്റ് വേണമായിരുന്നു. പിന്നെ ആ 800 പോകുന്നതിന് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി. അതിനുശേഷം ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല, ഒരു ലോങ് ടൈം ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു റിലേറ്റീവിൽ നിന്ന് ഭയങ്കര ഒരു ഇൻസൾട്ടൊക്കെ ഉണ്ടായി. അതായത് ഞാൻ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെടും എന്നൊക്കെ ഒരു രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം കൂടി മനസ്സിലായി. ബുക്ക് എഴുതുന്നതിനായിട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം, കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, കുറച്ച് അറിവുകൾ വേണം, അതുപോലെ തന്നെ ഈ ഇൻസൾട്ട്, പിന്നെ എനിക്കൊന്ന് റിലീഫും വേണം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് വന്നപ്പം ഞാൻ വിചാരിച്ചു, അവൻ പറഞ്ഞത് എന്തുകൊണ്ട് ചിന്തിച്ചൂടാ, ലഡാക്കിലോട്ട് പോവാം. അങ്ങനെ വെച്ചിട്ട് പോവല്ലേ, ഒരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആ രാത്രിയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. അപ്പം അന്ന് തീരുമാനിച്ച് പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി വണ്ടി മെക്കാനിക്കലി ചെക്ക് ചെയ്തു. വണ്ടിയുടെ ബെൽറ്റ് ചെക്ക് ചെയ്തു ആദ്യം, പിന്നെ കുറച്ച് മെക്കാനിക്കൽ ഇതൊക്കെ ചെയ്തു. അപ്പം അവിടുത്തെ മെക്കാനിക്ക് മടത്തിമുക്ക്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മടത്തിമുക്കുള്ള തന്നെ സ്ഥിരമായി വണ്ടി പണിയുന്ന ഒരു മെക്കാനിക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വണ്ടി എല്ലാം ഓക്കെയാണ്, ടയർ മാത്രം മാറണം. സോ ഫ്രണ്ടിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു 85% ഉള്ള ടയറായിരുന്നു, ബാക്കിൽ ഒരു 40% ഉള്ളു. സോ അത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, ഇത്രയും പോകുന്നെങ്കിൽ. അങ്ങനെ ആ സജഷൻ എടുത്ത് ഞാൻ ടയറൊക്കെ മാറി, പിന്നെ പുറകിൽ ഒരു സ്റ്റിക്കർ അടിച്ചു, കയ്യിലുണ്ടായിരുന്ന പൈസയും വെച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ ഞാൻ കുറേ നാളായിട്ട് ബാംഗ്ലൂർ താമസിക്കും. അപ്പം ബാംഗ്ലൂർ ചെന്നിട്ട് ബാംഗ്ലൂർ കുറേ ദിവസം നിന്നിട്ട് പൈസ അറേഞ്ച് ചെയ്യാൻ നോക്കി. അതായത് ആദ്യം ഞാൻ സ്പോൺസറെ കിട്ടാനൊന്നും നോക്കി, പക്ഷെ കിട്ടിയില്ല. കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ് ബ്ലോഗറോ കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ആർക്കും താല്പര്യമില്ല. അത് അവരുടെയും കുറ്റമല്ല, ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ദാറ്റ്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റേതായ രീതിയിൽ ഞാൻ പൈസ അറേഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഐഡിയ ഇല്ലാതെ, എങ്ങോട്ട് പോകണമെന്നില്ലാതെ സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ കാര്യം മാത്രം മനസ്സിലുണ്ടായിരുന്നു, ഡൽഹി ടച്ച് ചെയ്യാതെ വേണം അങ്ങോട്ട് പോകാൻ. കാരണം ഡൽഹിയിൽ ഈ 15 വർഷത്തിന് ഉള്ള വെഹിക്കിൾ ബാൻ ഉണ്ട് പെട്രോൾ വണ്ടികൾക്ക്. ഡീസൽ വണ്ടികളാണെങ്കിൽ 10 വർഷം. അപ്പം NCR റീജിയനിൽ കൂടി പോകുന്ന റിസ്ക്കാന്ന് തോന്നിയത്. കാരണം അഥവാ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ യാത്ര മുടങ്ങും, മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവും. പിന്നെ വണ്ടി എടുക്കാനൊക്കെ വലിയ പാടായിരിക്കും അവർ സീസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് പോയി. അപ്പോൾ ഹൈദരാബാദ് റൂട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നാഗ്പൂരിൽ നിന്ന് ജബൽപൂർ, വാരണാസിയിൽ നിന്ന് ഞാൻ വാരണാസിയിൽ നിന്ന് എങ്ങോട്ടായിരുന്നു, വാരണാസിയിൽ നിന്ന് ലക്നൌവിൽ നിന്ന് ഋഷികേശിൽ നിന്ന് മണാലിയിൽ നിന്ന് ഋഷികേശിൽ നിന്ന് ഷിംലയിൽ നിന്ന് മണാലിയിൽ നിന്ന് റോഹ്താങ് പോയിട്ട് വന്ന് ലഡാക്ക് ഫുൾ അടിച്ച് നമ്മൾ ലേയിലെത്തി. ലേയിൽ നിന്ന് കർദുംഗല പോയിട്ട് തിരിച്ചിറങ്ങി ലേ വന്നു. അവിടുന്ന് നേരെ ശ്രീനഗർ ടു ജമ്മു ടു ബാംഗ്ലൂർ. അങ്ങനെയാണ് ഞാൻ വന്നത്. കാരണം ബാംഗ്ലൂർ തന്നെ ടെക്നിക്കലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിൽ നിന്ന് കൊല്ലത്ത് നിന്ന് വണ്ടി ഓടിച്ചു പോയെങ്കിലും. സോ അങ്ങനെ പോയി. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്ത് വന്ന് ട്രിപ്പ് എൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വരെയുള്ള വ്ളോഗേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കുറേ നാൾ ബാംഗ്ലൂരിൽ നിന്ന് 2 മാസത്തോളം നിന്നിട്ട് പിന്നെ 2 മാസത്തിന് ശേഷമാണ് കൊല്ലത്തോട്ട് വരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യാത്ര. അപ്പം ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിൽ മനസ്സിലാക്കിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നമ്മുടെ പണ്ടത്തെ പോലെയല്ല ലഡാക്ക് റീജിയനും അതേക്കണക്കിന് ബോർഡർ റീജിയനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ പോലെയല്ല. ഈ ഇടയ്ക്കിടെ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന മണ്ണിടിച്ചിലുള്ളതും അതേക്കണക്കിന് സ്പിറ്റി വാലിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന മൊത്തം കല്ല് നിറഞ്ഞ ഏരിയകളില്ലേ, വെള്ളമൊക്കെ ഒഴുകി. ആ സംഭവം എന്ന് വെച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ലാൻഡ് സ്ലൈഡ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, പിന്നെ കല്ലുകളൊക്കെ വന്ന് വീഴും. ഈ കാരണം കൊണ്ടാണ് ഒരു റോഡ് മോശമാവുന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെ മഞ്ഞ് വീണ്, അതായത് ഇപ്പം മഞ്ഞ് വീഴുന്ന സമയം, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവലാഞ്ചേഴ്സ് ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഈ അവലാഞ്ച് ഉണ്ടാകുന്ന സമയത്ത് റോഡ് മോശമാവും. അങ്ങനെ കുറച്ച് പാർട്സ് മാത്രമാണ്
മോശമായിട്ടുള്ള റോഡുള്ളത്. പിന്നെ ഞാൻ പോയ നിങ്ങൾ കണ്ടാണല്ലോ എൻ്റെ വൈറലായ ഒരു റീല്, കണ്ടവർക്കറിയാം അത്ര റിസ്ക്കാണ്. അതുകൊണ്ട് ആ ഏരിയ അവോയ്ഡ് ചെയ്യാം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബ്രോ ഭയങ്കര സ്ട്രോങ് ആണ്. ബ്രോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് കോർപ്സിന്റെ ഒരു വിഭാഗമാണ് ബ്രോ. അപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ എല്ലാ മേഖലയിലും അടിപൊളി റോഡുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പോയ കർദുംഗ്ലയാണ്, അത് വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പാസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് മേളിൽ ഉംലിംഗ്ലുണ്ട്, അത് ഉംലിംഗ്ല ഈ ഇടയ്ക്കാണ് വന്നത്, അത് ബ്രോ പണിഞ്ഞാണ്. ഇനി അടുത്ത ഉംലിംഗ്ലേക്ക് മേളിലും ഇന്ത്യയിൽ ഒരു പാസ് വരുന്നുണ്ട്, അതും ബ്രോയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേര് ഇപ്പോഴും ഇതാക്കിയിട്ടില്ല, അത് ആയിക്കഴിഞ്ഞാൽ പറയാം. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പെട്രോൾ ഇല്ലാത്തയോ അങ്ങനത്തെ ആ ഒരു ക്ഷാമം അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇപ്പം ഇല്ല. കാരണം ഈ ബ്രോ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പെട്രോൾ ഫ്യൂൽ സ്റ്റേഷൻസ് ഒക്കെ ഇടയ്ക്കുണ്ട്, ഇലക്ട്രിക് വണ്ടിക്ക് വരെ പോവാം. സോ അതൊന്നും നിങ്ങൾ പറയണ്ട. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മണാലിയിൽ നിന്ന് നമ്മൾ ലേ ലഡാക്ക്, ഞാൻ അങ്ങനെ പോയി, അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞുതരാം. മണാലിയിൽ നിന്ന് വരുന്ന വഴിക്ക് ജിസ്പെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സോ ജിസ്പെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പം ബാർലച്ചാലുണ്ട്. ഈ ബാർലച്ചാല തൊട്ട് ഐസ് വീട് തുടങ്ങുന്ന സ്ഥലങ്ങളാണ്. സോ ഇതെല്ലാം കഴിഞ്ഞ് ഈ ജിസ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളല്ല. ഏകദേശം 350 കിലോമീറ്റർ ആരും തന്നെയില്ല. ഞാൻ പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് മാത്രമല്ല, അല്ലാതെ അവിടെ ആരും ഇല്ലായിരുന്നു. സീസൺ സമയം അല്ലാത്തതുകൊണ്ട് കടകൾ പോലും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി വയ്യാതായി. ഞാനൊരു വ്ളോഗിൽ പറഞ്ഞല്ലോ, മഴിക്കേണ്ടായിരുന്നു. ബ്ലഡ് ആദ്യം സാധാ രീതിയിൽ ഛർദ്ദിച്ചു തുടങ്ങി, പിന്നെ വെള്ളം കുടിച്ച് എന്ത് കഴിച്ചാലും അത് ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നീട് അത് ബ്ലഡായിട്ട് മാറി. ഏകദേശം ഉച്ചയായപ്പോഴാണ് ഈ സംഭവം തുടങ്ങിയത്. ഞാൻ പാങ്ങിൽ ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്ത് പോയി മരിച്ച് വീഴുന്ന രീതിയിൽ അവിടെ എത്തിയപ്പം ഏകദേശം സമയം രാത്രി 7 മണിയായിരുന്നു. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാണ്. നിങ്ങൾ ആ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ കൈ കഴുകേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഓക്സിജൻ സിലിണ്ടർ. അത് കമ്പൾസറി ആയിട്ടും വേണം, അതില്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. ആ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പേഷ്യൻസ്. കാരണം ഈ മലയിലൂടെ വണ്ടി ഓട്ടിക്കുമ്പോൾ നമുക്ക് ഇത്ര കിലോമീറ്റർ സ്പീഡിന് മേളിൽ പോകാൻ പറ്റില്ല. അത് ഇത്രയും ഞാൻ ഉദ്ദേശിച്ചത്, അവിടുത്തെ ഓരോ കർവിലും അവർ വെച്ചിട്ടുണ്ട്. ഇപ്പം ചിലയിടത്ത് 10 ആയിരിക്കും. ട്രസ്റ്റ് മീ, 10 എന്ന് പറഞ്ഞാൽ വണ്ടി റോൾ ചെയ്ത് പോവാണ്. അതേ കണക്ക് സ്ഥലങ്ങളുണ്ട്. പിന്നെ ചിലയിടത്ത് 60 വരെയൊക്കെ പോകാം. 60 വേണ്ടി എങ്ങും പറ്റത്തില്ല. 60 എന്നൊക്കെ പറഞ്ഞാൽ കിടിലുള്ള റോഡുകളിൽ 60 പോകാം. സോ ആ ഒരു റോഡ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പേഷ്യൻസ് വേണം. അങ്ങനെ തന്നെ അതേപോലെ തന്നെ നമ്മൾ കയ്യിൽ വേണ്ടത്രയും വെള്ളം, ആഹാരം, ബിസ്ക്കറ്റ്, പാർലേജിയുടെ ബിസ്ക്കറ്റ് ആയാലും മതി, അത് കഴിയണം. ഇതൊക്കെ ഞാൻ കരുതിയതാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ പാങ്ങിൽ ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി. പത്മ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് പാങ് മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ തന്നെ. അത് പാങ്ങിലെ ആർമി ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പത്മ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. സോ അത് കഴിഞ്ഞിട്ട് ലേ എത്തുന്നവരെ ഫുൾ നോമാൻസ് ലാൻഡ് പോലെയായിരുന്നു. നിങ്ങൾക്ക് വ്ളോഗ് എടുത്ത് നോക്കിയാൽ കാണാം, കുറേ അധികം ആരുമില്ല. 2 സൈഡിലും ഡെസേർട്ട് പോലത്തെ, നടുക്കൂടി റോഡ്, ഫ്രണ്ടിൽ നല്ല മഞ്ഞ് വീണ മല, അങ്ങനത്തെ അടിപൊളി ഒരു സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് പോയത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ രാത്രി കഴിവതും 5 മണിക്ക് ശേഷം പോവാതിരിക്കുക. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ റോഡിൽ മൃഗങ്ങൾ ഇറങ്ങും, എസ്പെഷ്യലി വളർത്തു മൃഗങ്ങൾ, അതായത് ഈ പശുവൊക്കെ ഇറങ്ങും. അല്ലാതെ വളർത്താതെ തന്നെ റോഡിൽ നമ്മളിവിടുത്തെ സ്ട്രേ ഡോഗ്സ് പോലെ തന്നെ അവിടെ സ്ട്രേ കൗസ് കൂടുതലാണ്. പശുക്കളും അതേ കണക്കിന് കാള, ഇവരൊക്കെ ഭയങ്കര അധികമാണ്. അവർ റോഡിലോട്ട് ഇറങ്ങി വയ്ക്ക് നിൽക്കുന്നത്. നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകും. നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ ഒരു ബിഹേവിയറും അതേ കണക്ക് തന്നെ നമ്മുടെ വണ്ടിക്ക് വലിയ ഡാമേജ് ഒക്കെ വരും. സോ രാത്രിത്തെ യാത്ര ഒഴിവാക്കുക. പിന്നെ യു-പിയിൽ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ലക്നൌവിലോട്ട് പോകുന്നത്, അതായത് വാരണാസി ടു ലക്നൗ വ്ളോഗിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം. രാത്രി ഒരുപാട് ലേറ്റായി പോയി. അപ്പോൾ ഞാൻ റോഡിൽ കൂടി പോകുന്ന എനിക്കൊരു പോലീസുകാരനെ കണ്ടു. പോലീസിനോട് ചോദിച്ചപ്പോൾ, നീ എന്ത് ധൈര്യത്തിലാണ് ഈ വഴി വന്നത് ഈ സമയത്തെന്നാണ് ചോദിച്ചത്, ഒരു പോലീസുകാരൻ. ഇതൊട്ടും സേഫ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അങ്ങനത്തെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മിലിറ്ററി സ്കൂളിൽ പഠിച്ചു, ആ സമയത്ത് പോയ കണക്കല്ല ഇപ്പോഴത്തെ നോർത്ത് ഇന്ത്യ. ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് എക്സ്പ്രസ് വേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. സോ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഓക്കെ, ബട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള റിസ്ക് എലമെന്റ്സ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. സോ നമ്മൾ കരുതിയിരിക്കണം, നമ്മൾ 5 മണിക്ക് ശേഷം എടുക്കാതിരിക്കുക. പിന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിയുടെ കണ്ടീഷൻ, ഓരോ 500 കിലോമീറ്ററിലും വണ്ടിയുടെ ബേസിക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക.
ഞാൻ അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മെക്കാനിക്ക് പറഞ്ഞ പ്രകാരം ഒരു ബെൽറ്റ് ഞാൻ കൈ കരുതിയിട്ടുണ്ടായിരുന്നു, അഥവാ പൊട്ടിപ്പോയി കഴിഞ്ഞ് ഇടാനായിട്ട്. സോ ഒരു ബെൽറ്റ് മാത്രമാണ് എടുത്തത്. പിന്നെ ഒരു ടയർ, അഡീഷണൽ ഒരു ടയറും ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ബാക്കി കാര്യം എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പമ്പ് ഉണ്ടായിരുന്നു, ഇലക്ട്രിക് പമ്പ്, പിന്നെ ഒരു പഞ്ചർ കിറ്റ്, പിന്നെ ഫസ്റ്റ് എയ്ഡ്. ഇത്രയും സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു. ടെൻറ്റ് ഹൈദരാബാദ് പോയപ്പോൾ മാത്രമേ അടിച്ചുള്ളൂ, ബാക്കി നമ്മൾ ഹോട്ടലെടുത്ത്, നിങ്ങൾ ലോഗ് കണ്ടവർക്കറിയാം. സോ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവമൊന്നും അല്ല. ആർക്ക് വേണേലും പോകാൻ പറ്റും. പിന്നെ പോകുന്ന നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ബഡ്ജറ്റിലേക്ക് എത്തി നമുക്ക് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു എന്താ പറയുക, പൈസ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ടൈം ഇല്ല അങ്ങനത്തെ എക്സ്ക്യൂസസ് ഒന്നും അതൊക്കെ വെറും കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഇതൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പോയത്. അപ്പം അങ്ങനെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കും പോകാൻ പറ്റും, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് 100% ഈ വീഡിയോ കാണുന്ന ഒരാൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പിന്നെ തിരിച്ചു വന്നപ്പം ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കശ്മീരൊക്കെ എത്തിയപ്പോൾ എൻ്റെ പൈസയൊക്കെ തീർന്നു. മാത്രമല്ല എനിക്ക് ബാംഗ്ലൂർ എമർജൻസി വന്നു. സോ അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എന്താ പറയുക, കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്താൻ ധൃതി പിടിച്ച് ഇറങ്ങി. ടൈം അസസ് റിസോഴ്സ് ടൈമും കുറവായിരുന്നു, പിന്നെ എനിക്ക് എമൗണ്ടും കുറഞ്ഞു വരികയാണ്. സോ അങ്ങനെ ഇറങ്ങി ശ്രീനഗറിൽ നിന്ന് ജമ്മു എടുക്കാൻ എനിക്ക് ഒരു ദിവസം എത്തും. കാരണം ബിക്കോസ് ഓഫ് ദ ട്രാഫിക് തന്നെ ഒരു 4-5 മണിക്കൂർ ഞാൻ ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കിങ് ഓഫ് കൊത്ത സിനിമ മൊബൈൽ ഫോണിൽ ഇരുന്ന് കണ്ടത്, ആ ട്രാഫിക് കിടന്ന് ഫുൾ സിനിമ കണ്ടു കഴിഞ്ഞു, എന്നിട്ടും ബ്ലോക്ക് മാറില്ല, അത്രയും ട്രാഫിക്കായിരുന്നു. സോ ദാറ്റ്സ് ദ അത് കഴിഞ്ഞ് ഞാൻ ശ്രീനഗറിൽ നിന്ന് ജമ്മു എത്തിക്കഴിഞ്ഞ് ജമ്മുവിൽ നിന്ന് ജമ്മു എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വണ്ടിയുടെ പുറകെ ഒരു ലോറിക്കാരെ കൊണ്ടും തട്ടി ബാക്കി ഒരു ബമ്പർ മാത്രം ഡാമേജ് ഉള്ളൂ. കാരണം ഞാൻ തട്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് സൈഡിലോട്ട് മാറ്റി അദ്ദേഹം കടന്നുപോലുള്ള ഒരു വഴി ഒഴുക്കി കൊടുത്തു. അതുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടായില്ല, പക്ഷെ ബമ്പർ പൊട്ടി. സോ അന്ന് എനിക്കൊരു മൂഡ് ഓഫ് പോലെ, ഞാൻ പിന്നെ വണ്ടി ഒന്ന് നിർത്തി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എടുത്തുകൊണ്ട് നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. വരുന്ന വഴിക്ക് ബമ്പർ ശരിയാക്കി, കൂടാതെ നോൺ സ്റ്റോപ്പായിട്ട് ഡ്രൈവ് ചെയ്ത് ഞാൻ നമ്മുടെ ബാംഗ്ലൂർ വരെ എത്തി. അതിന് ഏകദേശം ഡ്രൈവ് ടൈം 35 തൊട്ട് 38 മണിക്കൂർ. എനിക്ക് എക്സാക്ട് ടൈം ഓർമ്മയില്ല, കാരണം ഞാൻ എവിടേക്ക് നിർത്തി, ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു, പിന്നെ ഫ്യൂൽ ചെയ്യാൻ നിർത്തിയായിരുന്നു, ടോയ്ലറ്റിൽ പോകാൻ നിർത്തിയായിരുന്നു. അപ്പം റണ്ണിങ് ടൈം 35 തൊട്ട് 38 മണിക്കൂർ. ആ സമയം കൊണ്ട് ഞാൻ ജമ്മുവിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. അതിനുശേഷം അവിടെ ട്രിപ്പ് എൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഒരു ഇത്. സോ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയൊരു ട്രിപ്പ് ഇത്ര മനോഹരമായിട്ട് എനിക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റി. പിന്നെ ചങ്കൂറ്റം എന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നു, പലയിടത്തും പല പ്രശ്നങ്ങളും നേരിട്ടു. ഫോർ എക്സാമ്പിൾ കർദുംഗിൽ വെച്ച് എന്നെ കയറ്റി വിട്ടില്ല, ചെയിൻ ഇല്ലാത്ത വണ്ടികൾ കയറ്റി വിടില്ലെന്ന് പറഞ്ഞ് പുള്ളി എന്നെ 4 മണിക്കൂറോളം അവിടെ പിടിച്ചു നിർത്തിയല്ല, അവർ തിരിച്ചു പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ തന്നെ നിന്നു. കൂടെ വന്ന് ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു, മലപ്പുറത്ത് നിന്നൊക്കെയുള്ള മലയാളീസ് ഉണ്ട്. ഒരു ഇന്നോവയ്ക്കകത്ത് ഒരു HR രജിസ്ട്രേഷൻ ഇന്നോവ, അതിലൊന്നും മലയാളീസ് ഒക്കെ ഉണ്ട്, ഈ പേരൊക്കെ മറന്നു ഞാൻ അവരുടെ. അവരെല്ലാം തിരിച്ചുപോയി. പിന്നെ ഒരു 2 ബൈക്കിനകത്തൊന്നും മലയാളി ടീംസ് ഉണ്ടായിരുന്നു, റെൻ്റ് എടുത്ത്, അവർ തിരിച്ചുപോയി. എല്ലാവരും തിരിച്ചുപോയി. ഞാൻ മാത്രം അവിടെ നിന്ന് 4 മണിക്കൂർ നിന്ന് അവസാനം ഞാൻ പോകാത്തണ്ടപ്പോൾ അവരെന്നെ കയറ്റിവിടെ ഉണ്ടായത്. അതും എൻ്റെ വണ്ടിയുടെ RC ബുക്കും എൻ്റെ ഒറിജിനൽ ലൈസൻസും എല്ലാം എടുത്തു വെച്ചു, ഞാൻ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പ് മേടിച്ചിട്ട്. കാരണം കർദുംഗയ്ക്ക് അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയായിരുന്നു. പിന്നെ നിനക്ക് തന്നെ പാങ് എത്തുന്നതിന് മുമ്പ്, അതായത് എനിക്ക് വെയ്യാതായില്ല, അതിന് മുമ്പ് പോലീസിനെ തടഞ്ഞിട്ട് ചോദിച്ചതാണ്, നിന്നെ വിടത്തില്ല, ഈ വണ്ടി എത്തുമെന്നൊക്കെ ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം, ഞാൻ കേരളത്തിൽ ഓടിച്ചു, എനിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരെ ഇത് ചെയ്തിട്ടാണ്, കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ട് പോയത്. സോ അത്രയും ഒക്കെയാണ് എൻ്റെ ഓൾ ഇന്ത്യ ഞാൻ ഷോർട്ടായിട്ട് ഒരു എക്സ്പീരിയൻസും പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. പിന്നെ പഴയതുപോലെ അല്ല, പെട്രോൾ ഫ്യൂൽ സ്റ്റേഷൻസ് അതാണ് തന്നെ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കിടിലമാണ്. പിന്നെ നമുക്ക് പോകേണ്ട ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി വേണം പോകാൻ. ഇപ്പം ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർ ചിലരൊക്കെ പാക്കേജ് എടുക്കുന്നത് നല്ലതോ ചീത്തയോ എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. സോ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സ്വന്തമായിട്ട് പോകുന്നതാണ് നല്ലത്. പാക്കേജിലാകുമ്പോൾ അവർക്കൊരു സേഫ്റ്റി ഉണ്ട്, അതായത് നമുക്ക് ഒരു മിനിമം സേഫ്റ്റിയാണ് പലരും നോക്കുന്നത്. കാരണം പരിചയമില്ലാത്ത സ്ഥലം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മുടെ കൂടെയൊക്കെ ഒരാളുണ്ട്, ആ ഒരു ഇതിലാണ് പോകണം. പക്ഷെ നമുക്ക് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ സ്വന്തമായിട്ട് പോകുന്നതന്നെയാണ് നല്ലത്. സോ അത് പേഴ്സണൽ ചോയ്സസ് ആണ്. ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ ഗോയിങ് ബൈ ഓൺ. ഒരു പാക്കേജ് എടുക്കുക, സ്വന്തമായി പോകണം എൻ്റെ താല്പര്യം. അപ്പം ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇപ്പം ഈ വ്ളോഗ് ചെയ്ത് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഒരു ലാസ്റ്റ് വ്ളോഗായിട്ട് ചെയ്ത്
സോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ നിർത്തുമ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഒരു മെസ്സേജ് വന്നേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുമ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റും. ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ കൂടി വിചാരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടി എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നു. ബൈ. ഇത് എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികൾ എനിക്ക് ഇഷ്ടമാണ്. സോ അതിൻ്റെ റിവ്യൂസ് ഉണ്ടാവും. ട്രാവലിംഗ് ഇഷ്ടമാണ്, സോ അതിൻ്റെ വീഡിയോസും ഉണ്ടാവും. ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു വണ്ണമൊക്കെ കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അത് വ്ളോഗിങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അത് ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. സോ പക്ഷേ എന്നാലും ചിലപ്പം അത് സ്റ്റാർട്ടാവും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഇതിനിടയിൽ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഓൾ ഇന്ത്യ ട്രിപ്പിനെ പറ്റി അറിയണമെങ്കിലോ അല്ലെങ്കിൽ ലഡാക്കിലെ ആ ഒരു യാത്രയെ പറ്റി. ഓക്കെ, അപ്പോൾ ബൈ. മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം.